ആദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് കേരള സംസ്ഥാന സർക്കാരുകളിൽ നിന്നൊക്കെ നിരവധി ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ ആദിവാസികളിലേക്ക് എത്തുന്നില്ല എന്നുള്ള പരാതി എല്ലാ കാലത്തും സജീവമാണ്. ആ പരാതികൾ ഉയരുമ്പോഴൊക്കെ ആദിവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങി അവർക്ക് വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം എന്ന് പലരും പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാക്കിക്കൊണ്ട് ഇതാ ഞാൻ ആ ഓഫീസുകളിൽ ചെന്ന് ചോദിച്ചിരിക്കുന്നു, എന്നിട്ട് എനിക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? ഞാൻ ചോദിക്കുമ്പോൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി എൻ്റെ കയ്യിലോ എൻ്റെ പൂർവികരുടെ കയ്യിലോ ഇല്ലാത്ത രേഖകൾ, കടലാസുകൾ എന്നിവ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കയറി ഇറങ്ങി അവസാനം ലഭിച്ചത് 2000 രൂപ മാത്രമാണ്. പിന്നെയും കയറി ഇറങ്ങാൻ ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ മുതലുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ചരിത്രപരമായി സൂക്ഷിച്ചു വെക്കേണ്ട സംഭാഷണമാണ് അദ്ദേഹത്തിൻ്റേത്. മന്ത്രിമാരെ ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുകയും അവർക്ക് വേണ്ടി ഫണ്ടുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും എല്ലാം ഈ സംഭാഷണം നാം കാണിച്ചു കൊടുക്കേണ്ടതുമുണ്ട്. ഇനി നമ്മൾക്ക് ടീം വളാഞ്ചേരി എന്ന് പറയുന്ന സംഘടനയെ പരിചയപ്പെടാം. അതിൻ്റെ പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ തിരക്കിലായിരുന്നു. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവരുടെ പ്രത്യേകത? നോക്കാം. ടീം വളാഞ്ചേരി പ്രവർത്തകർക്ക് ഒരേ സമയം മാനസിക വൈകല്യം ബാധിച്ച 2 പേരെയാണ് ലഭിച്ചത്. രണ്ടും ചെറുപ്രായക്കാർ. ഒരാൾ തമിഴ്നാട് ഉക്കടം സ്വദേശി നൌഫൽ ഇബ്രാഹിം, കുറച്ച് പരാക്രമി. രണ്ടാമൻ ഒന്നും മിണ്ടാതെ, ശല്യമില്ലാതെ, ആരോടും ഒന്നും ആവശ്യപ്പെടാതെ വിശന്നൊട്ടിയിരിക്കുന്നവൻ. രാവിലെ മുതൽ പ്രവർത്തകർ നൌഫലിനെ മൂച്ചിക്കൽ വെച്ചുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പിന്നീട് കോയമ്പത്തൂർ ഉക്കടം സ്വദേശി 26-കാരനായ നൌഫൽ ഇബ്രാഹിമിനെയാണ് ആദ്യം കയ്യിൽ കിട്ടിയത്. കുറച്ച് വയലന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഏറെ പണിപ്പെട്ടു. ക്ലീനിങ്ങിനു ശേഷം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് പേപ്പർ വർക്കുകൾ ശരിയാക്കിയതിനു ശേഷം ഒരു ടീം കുതിരവട്ടത്തേക്ക് കൊണ്ടുപോയി. അതിനോടൊപ്പം തന്നെയാണ് ഷൺമുഖത്തിനെ കിട്ടിയത്. നിശബ്ദനായിരുന്നു അയാൾ. നിരവധി തവണ ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും മറുപടി കിട്ടിയാലായി. ഇയാളെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഭക്ഷണം കൊടുത്ത ശേഷം അയാളെ തുവ്വൂരിലേക്ക് അയച്ചു. ടൗണിൽ മാനസിക വൈകല്യം മൂലമോ ആരോരുമില്ലാത്തവരായോ കണ്ടെത്തുന്നവരെ ആ സമയങ്ങളിൽ ലഭ്യമായ വളണ്ടിയർമാർ ക്ലീൻ ചെയ്ത് ആശുപത്രിയിലേക്കോ അവരുടെ നാടുകളിലേക്കോ എത്തിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തനം. ഇതിനിടയ്ക്ക് 200ഓളം പേരെയാണ് അഗതി മന്ദിരങ്ങളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും എത്തിച്ചത്. വളാഞ്ചേരി പോലീസിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും പിന്തുണ ഈ ടീമിനുണ്ട്. സ്വന്തമായി അഗതി മന്ദിരം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ടീം വളാഞ്ചേരി പ്രവർത്തകർ. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.